അല്ല, ഈ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം അതിന് അതേ രീതിയിൽ മറുപടി പറയാൻ ഞാൻ നേരത്തെയും തയ്യാറായിട്ടില്ല, ഇനിയോട്ട് തയ്യാറാകുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞാലും ഞാൻ അതിനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണ തുടർച്ച ഉറപ്പാണ്. പ്രചാരണ തിരക്കിലാണ് ബേപ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ലാസ്റ്റ് റൗണ്ടിലെ ട്രെൻഡ്? വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പൊതുവെ ജനങ്ങൾ ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനം, LDF സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനം, പൊതുരാഷ്ട്രീയം, ഇതെല്ലാം വെച്ച് അനുകൂലമായി തന്നെയാണ് ചിന്തിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞൊരു സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാവുക. 2021 ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ടിനെ മറികടന്ന് LDF 2026 82,000+ വോട്ടുകൾ നേടും. അതായത് 82,000 ആയിരുന്നു 2021 കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ വോട്ട് 2026 നേടും. വികസനം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനം പ്രധാന അജണ്ടയാണ്, വികസനം പ്രധാന ചർച്ചാ വിഷയമാണ്. പിന്നെ പൊതുരാഷ്ട്രീയം എല്ലാം. ഞാൻ MLA എന്നുള്ളതിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ അതൊക്കെ പൊതുവെ അനുകൂലമാണ്. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അല്ല, ഈ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം അതിന് അതേ രീതിയിൽ മറുപടി പറയാൻ ഞാൻ നേരത്തെയും തയ്യാറായിട്ടില്ല, ഇനിയോട്ട് തയ്യാറാകുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞാലും ഞാൻ അതിനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളൊരു വ്യക്തിപരമായ ഗുസ്തി മത്സരമല്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് അധിക്ഷേപം വരുമ്പോൾ തിരിച്ച് അതേപോലെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മുടെ ഒരു വാക്ക്, ഒരു അധിക്ഷേപം, ഒരു വിഷമം ഉണ്ടാക്കരുത് എന്നെനിക്ക് നിർബന്ധമാണ്. സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാണല്ലോ, ഏത് സ്ഥാനാർത്ഥിയും അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു വാക്കൊരിക്കലും അവരിലൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കരുത്. അപ്പോൾ വ്യക്തി അധിക്ഷേപം, വ്യക്തിഹത്യ അത് എത്ര ഇങ്ങോട്ട് വന്നാലും തിരിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൊളിറ്റിക്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, പൊതുകാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപരന്മാരെ ഇറക്കി വോട്ട് ഭിന്നിപ്പിക്കാനാണ് റിയാസിൻ്റെ ശ്രമം എന്നാണ് PV അൻവർ പറയുന്നത്. അല്ല, മുഹമ്മദ് റിയാസുമാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടല്ലോ. മുഹമ്മദ് റിയാസുമാർ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ബേപ്പൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. പിന്നെ പൊതുവേ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരു 3-4 ദിവസം മുമ്പ് മഹാഭൂരിപക്ഷം ജനങ്ങളും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതിലിനി വലിയ മാറ്റമൊന്നും പൊതുവെ വരില്ല. അത് ആർക്കാണോ ജനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ജനം വോട്ട് ചെയ്യും. UP പോലെയൊന്നുമല്ല കേരളം, അപ്പം തീരുമാനിക്കുന്നതല്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. PV അൻവർ ജയിച്ചാൽ MLA ആവും, സ്വാഭാവികം. അദ്ദേഹം വെറുമൊരു MLA ആയിരിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവിന് അങ്ങനെയല്ലേ പറയാൻ വേണ്ടി പറ്റൂ. ഒന്ന്, കേരളത്തിൽ LDFൻ്റെ ഭരണമായിരിക്കും ഇനിയും വരാൻ വേണ്ടി പോകുന്നത്. രണ്ട്, പ്രതിപക്ഷ നേതാവിന് ഇവിടെ വന്നിട്ട് PV അൻവർ ഒരിക്കലും ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. UDF എന്തായാലും ഇവിടെ ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും UDF നേതാവാണ്, അദ്ദേഹം അങ്ങനെ തന്നെ പറയൂ. അതിലിപ്പോൾ നമ്മൾ വേറെ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. BJPയും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിരുന്നു. അല്ല, BJP ഇപ്പോൾ അമിത്ഷാ വന്നത് പഴയ ബേപ്പൂർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ബേപ്പൂർ പഞ്ചായത്താണ് ഈ മണ്ഡലത്തിലൊരു 20% വോട്ട് പോൾ ചെയ്യുന്ന സ്ഥലം. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഞങ്ങളേക്കാൾ 2ാം സ്ഥാനത്ത് വന്ന BJPയാണ്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എടുത്താൽ 7 വാർഡാണുള്ളത്. 2015 ഞങ്ങൾ 4-ഉം BJP 3-ഉമായിരുന്നു. എന്നാൽ 2020 ഞങ്ങൾ 7-ൽ 7 ജയിച്ചു. 7-ൽ 7 ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. 2025 7-ൽ 6 ഞങ്ങൾ ജയിച്ചിട്ടുള്ളൂ. ഒരു സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ചെറിയ 10 വോട്ടിന്. നഷ്ടപ്പെടാൻ കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട പല വോട്ടും UDFന് പോയി. അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് UDFന് വോട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം BJPക്കാണ് എന്ന് ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടൊക്കെ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എനിക്ക് ലഭിക്കും. ലോക്കൽ ബോഡി ഇലക്ഷൻ, അതുപോലെ ലോക്സഭാ ഇലക്ഷൻ, അതിൻ്റെ ആ ട്രെൻഡ് ആയിരിക്കില്ല നിയമസഭയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അല്ല, കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത ട്രെൻഡാണ്. ലോക്സഭയിലൊരു ട്രെൻഡ്, ലോക്കൽ ബോഡിയിൽ വേറെ ട്രെൻഡ്, നിയമസഭയിൽ വേറെ ട്രെൻഡ്. ഇപ്പോൾ ലോക്കൽ ബോഡി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാണല്ലോ കേരളത്തിൽ കുറച്ച് കാലങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2005, 2010, 2015, 2020 ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ട് LDFന് കൂടി. അതുപോലെ തവണയും കൂടും, അത് സ്വാഭാവികമാണ്. ലോക്കൽ ബോഡിയിൽ ആ പ്രദേശത്തെ ബന്ധമുള്ളൊരു സ്ഥാനാർത്ഥിയൊക്കെ വന്നാൽ
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്യും. പിന്നെ പ്രദേശത്തെ ഭരണസമിതി അതിനെതിരെയുള്ള വികാരം ഉണ്ടെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്യും. നിയമസഭ അങ്ങനെയല്ലല്ലോ. കേരളം വർഗീയ കലാപമില്ലാത്ത നാടാവണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ വീട്ടമ്മ പെൻഷൻ ഇല്ലാതാകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ സർക്കാർ ആശുപത്രി അടച്ചുപൂട്ടാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടി ഹൈടെക് ക്ലാസ് മുറികളുള്ള സർക്കാർ സ്കൂളാകണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ നല്ല റോഡും പാലവും കെട്ടിടവും വരണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളത്തിൽ വ്യവസായശാലകൾ കൂടി തൊഴിൽ കൂടുതൽ വരണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. കേരളം പവർ കട്ടില്ലാതെ പോകണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. ഈ ചിന്ത ഉണ്ട്. ആ ചിന്ത ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ, നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് വരും. ഭരണത്തുടർച്ച ഉറപ്പിക്കുന്നു. ഭരണത്തുടർച്ച ഉറപ്പാണ്. ഓക്കെ, വലിയ പ്രതീക്ഷയിലാണ് PM മുഹമ്മദ് റിയാസ്. ബേപ്പൂരിൽ നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ.